അടുത്ത ആഴ്ച മുതൽ 2000 ജോലിക്കാരുള്ള കമ്പനിയുടെ ഡെയിലി കാറ്ററിംഗ് നമുക്കാണ്. പുതിയതായി ഗോഡൗൺ എടുത്തിട്ടുണ്ട്. കൂടുതൽ വർക്കേഴ്സും ഉടനെ ജോയിൻ ചെയ്യും. എല്ലാവരും കുറച്ചുകൂടെ സഹകരിക്കണം. നമ്മളെ പോലുള്ള പുതിയ സംരംഭകർക്ക് കിട്ടാവുന്ന നല്ലൊരു ചാൻസ് ആണ്. എല്ലാവർക്കും ഇപ്പൊ കിട്ടുന്ന സാലറിയുടെ 5% കൂട്ടിത്തരും. 5% ഉള്ളോ? ഇപ്പൊ തൽക്കാലത്തേക്ക് അത് മതി. അപ്പോ പറഞ്ഞതുപോലെ ശരി. അമീബായ് ബാങ്കോക്കിലേക്ക് അടിച്ചു പൊളിക്കാൻ പോയതുകൊണ്ട് നമ്മുടെ ബിസിനസിനെ അത് ബാധിച്ചത്. പിന്നെ കുറച്ച് അണ്ടർഗ്രൗണ്ട് പരിപാടി കൊണ്ടാ ഞാൻ പിടിച്ചു തന്നത്. ഏയ് നെവർ മൈൻഡ്, ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിക്കാലോ. സോ എന്തിനും ഞാൻ റെഡിയാണ്. കാരണം താൻ വിശ്വാസ വോട്ടിൽ ജയിച്ചിരിക്കുന്നു. മാസാമാസം കറക്റ്റായിട്ട് പലിശ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിട്ടും കൂടെ എൻ്റെ ടീമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ. സോ യുവർ എൻ. ഞാൻ കറക്റ്റായിട്ട് തന്നെങ്കിലും അവൾ അടക്കമുള്ള പലരിൽ നിന്നും എനിക്ക് തവണ കിട്ടിയിട്ടില്ല. ഷീസ് ചീറ്റിംഗ് അസ്. അവളുടെ മട്ടും ഭാവം മാറിയിട്ടുണ്ട്. എന്നും അവധി പറച്ചില്ല. നോ, അവൾ ഹോട്ടൽ ബിസിനസ്സിൽ പുലിയായെന്ന് കേട്ടല്ലോ. തന്നില്ലെങ്കിൽ കുത്തിന് പിടിച്ച് വാങ്ങണം. ഞാൻ ഇറങ്ങണോ? അല്ലെങ്കിൽ എൻ്റെ ബോയ്സിനെ വിടാം. എന്താ? വേണ്ട, ഞാൻ വാങ്ങിച്ചെടുത്തോളാം. അമീബായ് നമ്മുടെ ബ്ലാക്ക് നോട്ടിന്റെ ഇടപാട് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാൽ അതിൽ കാശിറക്കിയാൽ മതി. ലാഭം 50-50. നാളെ സോണിച്ചന്റെ കൂടെ ഗോഡൌണിലേക്ക് വാ സാറേ. ആ സ്റ്റഫ് കാണിച്ചു തരാം. കൂൾ. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ഇന്ന് തന്നെ മെയിലി. അതുപോട്ടെ, കല്യാണി എപ്പോഴാണ് എന്റെ കൂട്ടിലേക്ക് എത്തിക്കുന്നത്? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ എടുക്കുള്ളൂ. മുഖ്താർ, ഗെറ്റ് മീ സം ഐസ്. ഇത് നമ്മുടെ ഡെയിലി കളക്ഷൻസ് വെച്ചിട്ടുള്ള കൺസോളിഡേറ്റഡ് ഷീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ദുബായ് ബ്രാഞ്ചിന് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഹായ് കിഷോർ. എന്താ സ്വാമി, സുഖല്ലേ? അതെ. അക്കൗണ്ട്സ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓ, നന്നായിട്ട് പോകുന്നു. മോളെ, പേപ്പേഴ്സ് ഒക്കെ റെഡിയാ. പണം കൊടുക്കാനുള്ള പാർട്ടികൾക്ക് അത് കൊടുത്തു തീർക്കാനുള്ള ഒരു ഫോർമുലയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് സഡലിന് ഇറക്കാം. സ്വാമിക്ക് വേറെ കണക്കുകൾ സെറ്റിൽ ചെയ്യാനില്ലേ? ഹോട്ടലിന്റെ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ ക്യാഷ് ഷോർട്ടേജ് ആയിരിക്കില്ലേ? ആ സാഹചര്യത്തിൽ ഇപ്പോഴെങ്ങനെയാണ് സ്വാമി ക്യാഷ് എടുക്കുന്നത്? കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടെ ബിസിനസ് ഒക്കെ ഒന്ന് നന്നാവട്ടെ. അല്ല അത് കിഷോറെ. അപ്പൊ ശരി, കല്യാണി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ സ്വാമി ഇത്? സ്വാമിക്ക് അറിയില്ല, പക്ഷെ എനിക്കറിയാം. ഇവളെ കാശിന് വേണ്ടി എന്തും ചെയ്യുന്നോളാ. പിന്നെ കുറെ പേരുണ്ട് കാശ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് കൂടെ കൂടിയിരിക്കുന്നവര്. ഇനി സൺലൈറ്റം വരുമ്പോഴേ പ്രശ്നമാവും. വേറെയുണ്ട് കാര്യങ്ങള്. ഇവൾക്ക് ഇപ്പൊ ഈ പോയവന്റെ കൂടെ ഉച്ചോർക്കുമൊക്കെ ആ സോണിച്ചിന്റെ പലിശയ്ക്ക് കാശ് മേടിച്ച് തിരിച്ചടക്കാതെ പരിഗണന കാണിച്ച് നടക്കാവള്. വക്കീലിനറിയോ, ഹമി യൂസഫ് കൊടുത്ത കാശുണ്ടാ ഈ കളിയൊക്കെ. ഇനി അവൻ വന്നാലേ ഇവളുടെ കഥ അങ്ങോട്ട് കഴിക്കും. എന്താ സ്വാമി കേൾക്കുന്നത്? കേട്ടതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊന്നുമല്ല, ഞാൻ പറഞ്ഞത് എല്ലാം സത്യം തന്നെയാ. ഒരു സാറ് വന്നിരിക്കുന്നു. മാഷാ അല്ലാ, നല്ല പരിപാടി. ഇന്നലെ ഞാൻ ഡീറ്റെയിൽസ് കണ്ടിരുന്നു. ഞാൻ ദുട്ടിറക്കാൻ റെഡിയാ. അവന്മാരുമായി ഒരു ക്വിക്ക് ഡീൽ റെഡിയാക്കണം. സോണി, സോ വി ആർ ഓൺ റിയൽ ട്രാക്ക്. ഇതാണ് പലിശ പരിപാടിയേക്കാൾ എന്തുകൊണ്ടും നല്ലത്. റിസ്ക് ഉണ്ടെങ്കിലും ഒറ്റവാരൽ. ഹലോ, ഇന്നിങ്ങോട്ട് ഫോൺ വിളിക്കില്ലേ? അമീബായ് ആകെ ചൊറയായി. കാശിറക്കിയത് മുഴുവൻ പോയി കിട്ടി. ക്യാഷ് മാത്രമല്ലല്ലോ. താൻ രക്ഷപ്പെട്ടോ? വേമ്പൊക്കോ, ബാക്കി പിന്നെ നോക്കാം. ഇല്ല, അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഗോഡൌണിന്റെ രേഖകളൊന്നും എന്റെ പേരിലല്ല, നമ്മുടെ കൂടെയുള്ള മുക്താറിന്റെ പേരില. അവനെ അകത്തു പോകൂ. പക്ഷേ പിടിച്ചെടുത്തോണ്ട് പോയതെല്ലാം എന്റെ അടിത്തറ ഇളക്കും. ഇനി ഞാൻ എന്താ ചെയ്യാ അമീബായ്? ഹലോ, അമീബായ്, എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഇതിൽ ഇറക്കിയിരിക്കുക. എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അറിയാലോ ഇവിടുത്തെ നിയമങ്ങൾ. ആ മുഖ്താർ തന്നെ ചൂണ്ടില്ലാന്ന് ഉറപ്പല്ലേ? ചൂണ്ടിയാലും കുഴപ്പമില്ല. ഓഫീസ് രേഖകളൊക്കെ അവന്റെ പേരിലല്ലേ? ദാറ്റ്സ് എ ക്ലെവർ മൂവ്. പോലീസ് അവനെ പിടിക്കും. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്തായാലും ഇവിടെ നിൽക്കണ്ട, വേഗം പൊക്കോ.
ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. സനൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. അയാളെ ജയിലിൽ നിറക്കാൻ കെട്ടിവെച്ച പണം ഭാര്യ അയാൾക്കറിയാത്ത ഏതൊക്കെയോ വഴികളിലൂടെ ഉണ്ടാക്കിയതാണെന്നറിയുമ്പോൾ ഇനി അയാൾ എന്ത് തരത്തിൽ പ്രതികരിച്ചാലും ഫേസ് ചെയ്യാൻ താനും പ്രാപ്തയാവണം. സനൽ വരട്ടെ. എന്ത് തെറ്റിദ്ധാരണയുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ധൈര്യമായിട്ടിരിക്കുക. ആ ജയ്, സർ, നാളെ എന്താ പരിപാടി? ആൽബർട്ടിന്റെ ഓഫീസിൽ ഒന്ന് പോകണം. 10 മണിയാകുമ്പോഴത്തേക്ക് ഫ്രീയോ? അത് മതി. ജയ് കല്യാണിയും കുട്ടി സനലിനെ പിക്ക് ചെയ്യാൻ പോണം. നാളെയാ സനൽ റിലീസാവുന്നത്. ഓക്കെ, ഷുവർ. സനലേട്ടാ, ഹേ ഹേ സനൽ, സനലേട്ടാ, സനൽ, സനലേട്ടാ, ഹേ ഹേ സനൽ. ഏട്ടാ നിക്ക്. ബൈ വാ, കേറ്. സനലേട്ടാ, സനലേട്ടാ. സനലേട്ടാ, ദേ ഇതിന്ന് പറഞ്ഞിട്ട് അടിച്ചേ, ടെൻഷൻ മാറും. അപ്പോഴേക്കും സോണിച്ചിനെത്തും. അയാൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വഴി ഉണ്ടാക്കും. സനലേട്ടാ, അടിക്കുന്നേ. എല്ലാം കൈവിട്ടു പോയില്ലേ എൻ്റെ മിനിക്കുട്ടി. എത്രയും വേഗം അവളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വരണം. പണവും പദവിയും ഒന്നും ഇല്ലാതിരുന്നപ്പോഴും നല്ലവളെ ഒരു ഭാര്യയും കുടുംബവും ഉണ്ടെന്ന് ഓർത്ത് അഹങ്കരിച്ചവനാ ഞാൻ. ആ അവളെ ഇപ്പം എനിക്കിത് വേണം. അമിത ആത്മവിശ്വാസമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. സനലേട്ടാ, ഈ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം ഇന്ന് തീരെ കിട്ടാക്കനിയായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുകാരത്തി ഇത്ര പരസ്യമായിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവള് ബിസിനസ് തുടങ്ങാൻ കാശിനായിട്ട് ഞങ്ങളുടെ അടുക്കൽ വന്നത് രണ്ടും കൽപ്പിച്ചാണ്. നിങ്ങളുടെ ഭാര്യയോട് എനിക്കത് പറ്റില്ലെങ്കിലും ഹമി യൂസഫ് എന്ന ലോക്കൽ പയ്യന് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ദേ, ഇവൻ ചില്ലറ കാശിന്റെ ആവശ്യത്തിനായി എന്റെ കൂടെ നിൽക്കുമ്പോഴും നിങ്ങളെന്ന് വെച്ചാ ഇവന് ജീവനാ. പലതും നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരുന്നു. സൺലൈറ്റിനെ ചതിച്ച് അവളെ വെറുതെ വിടില്ലാന്ന് പറഞ്ഞ് നടപ്പവൻ. പിന്നെ ഇവന്റെ കണ്ണുകൊണ്ട് എന്തെല്ലാം അവൻ കണ്ടിരിക്കുന്നു ലേടാ. പറയാൻ ഒരുപാടില്ലേ അച്ചായ. കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോ തന്നെ ആള് മൂഡ് ഓഫ് ആയി. ഇനിയും ലീഗലായി ഭർത്താവെന്ന നിലയിൽ അവളും കിഷോറും കൂടി ഉണ്ടാക്കിയതെല്ലാം നിങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ആ കിഷോറിന്റെ അവളുടെ മുന്നിൽ കൂടി ഓരോ ദിവസവും ഓരോ ടോപ്പ് പെമ്പിള്ളേരെ കൊണ്ട് നടക്കണം. എന്ത് പറയുന്നു?